ഇവരുൾപ്പെടെ 5 പ്രതികൾ ജയിലിലായി. സക്കീർ ഹുസൈനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിലെ പകയായിരുന്നു 2021 നവംബർ 15-ാം തീയതി വാഹനം ഇടിച്ചു വീഴ്ത്തിയ ശേഷം ഭാര്യയുടെ മുന്നിൽ വെച്ച് സഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടാകുന്നത്. ഈ കേസില് പ്രതികളുടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടും പ്രതികളെ പിടികൂടാൻ ഒരുപാട് വൈകി ഈ ആരോപണം നിലനിൽക്കുന്നുണ്ടായിരുന്നു. സഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതികളെ പിടികൂടാൻ വൈകുന്നതിൽ BJP സംസ്ഥാന നേതൃത്വത്തിനും അതൃപ്തി പ്രകടിപ്പിച്ച് അവർ മുന്നോട്ട് വന്നിരുന്നു. പ്രതികളെ പിടികൂടാൻ വൈകുന്നത് സഞ്ജിത്തിന്റെ കൊലപാതകത്തിന് പകരം വീട്ടാൻ കാരണമായി എന്നായിരുന്നു പിന്നീട് ഉയർന്ന ആരോപണങ്ങൾ. സഞ്ജിത്ത് കൊല്ലപ്പെട്ടു. 5 മാസം തികയുന്ന അതേ ദിവസമായിരുന്നു സുബൈർ കൊല്ലപ്പെടുന്നത്. ഭാര്യയുടെ മുന്നിൽ വെച്ച് വാഹനം ഇടിച്ചു വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു സഞ്ജിത്തിനെ. പിതാവിനോടൊപ്പം വെള്ളിയാഴ്ച ദിവസം ജുമുഅ കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ അതേ രീതിയിൽ വാഹനം ഇടിച്ചു വീഴ്ത്തിയ ശേഷം കൈകാലുകളിലും തലയിലും വെട്ടിയായിരുന്നു സുബൈറിനെയും കൊലപ്പെടുത്തിയത്. സുബൈർ വധക്കേസിലെ പ്രതികൾക്കായിട്ടുള്ള അന്വേഷണം സക്കീറിനെ വെട്ടിയ കേസിലെ പ്രതികളെ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു മുന്നോട്ട് പോയത്. 1 മാസം മുമ്പ് ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതികളെ തേടിയാണ് ക്രൈംബ്രാഞ്ച് DYSP ഷംസുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ അന്വേഷണം മുന്നോട്ട് പോയത്. സുബൈറിനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ഇടിച്ചു വീഴ്ത്താൻ ഉപയോഗിച്ചത് സഞ്ജിത്തിന്റെ പേരിലുള്ള കാറാണ്. ഇത് പ്രതികൾക്ക് എങ്ങനെ ലഭിച്ചു എന്നറിയില്ല. സഞ്ജിത്തിന്റെ കുടുംബം പറയുന്നത് സഞ്ജിത്ത് കൊല്ലപ്പെടും മുമ്പ് തന്നെ കാർ വർക്ക്ഷോപ്പിലായിരുന്നെന്നും പിന്നീട് അതേക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നുമാണ് ഭാര്യ അർഷികയും അച്ഛൻ അറുമുഖനും പറയുന്നത്. ഇതിനിടയിൽ പാലക്കാട് വീണ്ടും കൊലക്കളമായി മാറി. നഗരത്തിലെ മേലാമുറിയിലാണ് RSS നേതാവ് വെട്ടേറ്റ് മരിക്കുന്നത്. മുൻ ശാരീരിക ശിക്ഷൻ പ്രമുഖായ ശ്രീനിവാസനാണ് കൊല്ലപ്പെടുന്നത്. ഇങ്ങനെ ഒരു കൊലയ്ക്ക് പ്രതിക്കൊലയായി 2 എണ്ണം എന്ന തോതിൽ ഇവര് പരസ്പരം വെട്ടിയും കുത്തിയും കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായി ഇറങ്ങുകയായിരുന്നു. അങ്ങനെ RSSന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഇവർ നടത്തുന്ന സ്ഥാപനങ്ങളിലേക്ക് കയറുക, അങ്ങനെ സഞ്ജിത്തിനെ ആണെങ്കിലും ശ്രീനിവാസനെ ആണെങ്കിലും ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുക. അങ്ങനെ നാട്ടിലെ ക്രമസമാധാന നില തകരാറിലായി. എറണാകുളം റൂറലിൽ നിന്നും ഒരു കമ്പനി സേന പാലക്കാടും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കുറച്ചുകൂടി പാലക്കാട്, എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. കൊല്ലപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ സുബൈറിന്റെ മൃതദേഹം വഹിച്ചിട്ടുള്ള വിലാപ യാത്ര ജില്ലാ ആശുപത്രിയിൽ നിന്ന് പുറപ്പെടുന്നു. എല്ലാം നമ്മള് ഞെട്ടിക്കുന്ന രൂപത്തിലുള്ള വാർത്തകളായിരുന്നു അന്നെല്ലാം നിറഞ്ഞു നിന്നിരുന്നത്. അതായത് നമ്മളെ എതിർക്കുന്ന, നമ്മുടെ പാർട്ടിയുമായി വിയോജിപ്പുള്ള, നമ്മുടെ ആശയത്തോടോ ആദർശത്തോടോ വിയോജിപ്പുള്ള ഒരാളും ഇനി ഈ ഭൂമിയിൽ വേണ്ട എന്നിവരങ്ങ് തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് ഇവരെ ഒരു ലിസ്റ്റ് ഇടുന്നു. ആരാണ് നാളെ ജീവിച്ചിരിക്കേണ്ടത്, ആരാണ് മരിക്കേണ്ടത്, ജീവിച്ചിരിക്കണമെങ്കിൽ എന്തുകൊണ്ട്, അയാൾ മരിക്കണമെങ്കിൽ എന്തുകൊണ്ട്, അയാൾ എങ്ങനെ മരിക്കണം, ആരുടെ കരങ്ങളാൽ മരിക്കണം, ഇതെല്ലാം നേരത്തെ തന്നെ ഇവര് രേഖപ്പെടുത്തി വെക്കുവാണ്. ഇപ്പോ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നു, ആരാണ് കൊല്ലപ്പെടേണ്ടത്. അത് കഴിഞ്ഞിട്ടുണ്ടാക്കുന്നത് ഹിറ്റ് സ്ക്വാഡാണ്. ഇനിയിപ്പോ കൊല്ലപ്പെടേണ്ടുന്ന ആളാണെങ്കിൽ പോലും അയാൾ എങ്ങനെ കൊല്ലപ്പെടണം, ആരാണ് അയാളെ കൊല്ലേണ്ടത്. അപ്പോ എത്ര പ്ലാനിങ്ങോടുകൂടിയാണ് ഇവര് കേരളക്കരയിൽ ഓരോ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും എന്നാലോചിക്കണം. ഇപ്പോ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിനു മുന്നോടിയായിട്ട് NIA UAPA ചുമത്തി ജയിലിൽ അടച്ച 17 ആളുകൾ ഉണ്ടായിരുന്നു. ആ 17 പേർക്കാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ പ്രവർത്തകരായ ഡോക്ടർ CT സുലൈമാൻ, അഡ്വക്കേറ്റ് മുബാറക്ക്, MH ഷിഹാസ്, ഈരാറ്റുപേട്ട മുജീബ്, പത്തനംതിട്ട സാദിഖ്,
നജ്മുദ്ദീൻ മുണ്ടക്കയം, സൈനുദ്ദീൻ കാഞ്ഞിരപ്പള്ളി, അലി, അബ്ദുൽ കബീർ, റിസ്വാൻ, സാദിഖ്, നിഷാദ്, റഷീദ്, സെയ്ദ് അലി, അക്ബർ അലി, അഷ്ഫാഖ് ഈ തുടങ്ങിയ 17 ആളുകൾക്കാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചത്. ഈ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് NIA ആവശ്യപ്പെട്ടിരുന്നു, വാദിച്ചിരുന്നു. ആ വാദം നിരുപാധികം തള്ളിയിട്ടാണ് ജസ്റ്റിസ് AK ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് ശ്യാംകുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് ഈ 17 പേർക്ക് ജാമ്യം അനുവദിക്കുന്നത്. പാലക്കാട് RSS പ്രവർത്തകൻ ശ്രീനിവാസൻ കൊല്ലപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ട 9 പേർക്കും പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ട 8 പേർക്കുമാണ് ജാമ്യം അനുവദിച്ചു കിട്ടിയത്. സംസ്ഥാനം വിട്ടു പോകരുത്, പാസ്പോർട്ട് ഹാജരാക്കണം, ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാവൂ, മൊബൈൽ ഫോണിലെ GPS പ്രവർത്തനക്ഷമമായിരിക്കണം. ഇങ്ങനെ ജാമ്യത്തിന് ചില വ്യവസ്ഥകൾ കൂടി നൽകുന്നുണ്ട് കോടതി. സദ്ദാം ഹുസൈൻ, കരമന അഷ്റഫ് മൗലവി, നൌഷാദ്, അഷ്റഫ്, യഹിയ തങ്ങൾ, മുഹമ്മദ് അലി എന്ന കുഞ്ഞാപ്പു, അബ്ദുൽ സത്താർ അൻസാരി ഈരാറ്റുപേട്ട, CA റൌഫ് എന്നിവർക്ക് ജാമ്യം അനുവദിച്ചില്ല. റൌഫിക്കായും അതുപോലെ നമ്മുടെ ഇബ്രാഹിം, അബ്ദുറഹീം ഇവരൊക്കെ ജാമ്യത്തിന് വേണ്ടി, അബൂബക്കർ ഇവരൊക്കെ ജാമ്യത്തിന് വേണ്ടി ഒരുപാടായി ശ്രമിക്കുന്നു. CA റൌഫിന്റെ ജാമ്യാപേക്ഷയും ഹൈക്കോടതി തള്ളി. രഞ്ജു ശ്രീനിവാസന്റെ കേസിൽ നേരിട്ട് ഗൂഢാലോചനയിലും ഒക്കെ സജീവമായി ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അതിനിടയിൽ UAPA ചുമത്തപ്പെട്ട് ജയിലിൽ അടച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മുൻ ചെയർമാനായിരുന്നു ഈ അബൂബക്കർ. അദ്ദേഹം ജാമ്യ ഹർജി പലതവണ സമർപ്പിച്ചു. ഡൽഹി ഹൈക്കോടതി അതൊക്കെ തള്ളി. ജസ്റ്റിസുമാരായ സുരേഷ് കുമാർ കെയ്റ്റ്, മനോജ് കുമാർ ജെയിൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇത് തള്ളുന്നത്. UAPA പ്രകാരം തനിക്കെതിരെ NIA ചുമത്തിയ കേസിൽ യാതൊരു തെളിവുമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ അബൂബക്കർ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. മാത്രവുമല്ല, 70 വയസ്സുള്ള താൻ പാർക്കിൻസൺസ് രോഗിയാണെന്നും അർബുദത്തെ അതിജീവിച്ച ആളാണെന്നും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കെ എയിംസ്, അതായത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിരവധി തവണ ചികിത്സ തേടിയ ആളുമാണ്. അതുകൊണ്ട് ഇനിയും തിഹാർ ജയിലിൽ തുടർന്നു പോകാൻ തനിക്ക് ബുദ്ധിമുട്ടാണ്, ചികിത്സ വേണം, അനിവാര്യമായ ചികിത്സ, അതുകൊണ്ട് തനിക്ക് ജാമ്യം വേണം എന്ന് ഡൽഹി ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുന്നു. ഒരിക്കലല്ല, പലതവണ. പക്ഷേ ആ ജാമ്യ ഹർജികളെല്ലാം NIA എതിർത്തു. അതിനെ തുടർന്ന് റദ്ദു ചെയ്യപ്പെട്ടു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പരിശീലിപ്പിക്കാൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ചതിന് അബൂബക്കറിനെതിരെ തെളിവുണ്ടായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹത്തിന് 70 വയസ്സുണ്ടായിരുന്നില്ലേ? ആ സമയത്ത് ഇദ്ദേഹത്തിന് അർബുദ രോഗത്തെ അതിജീവിച്ച ധീരസാഹസിക കഥകൾ പറയാനുണ്ടായിരുന്നില്ലേ? ആ സമയത്ത് ഇദ്ദേഹത്തിന് പാർക്കിൻസൺസിനെ കുറിച്ചിട്ടൊന്നും ബോധമുണ്ടായിരുന്നില്ലേ? ഇതായിരുന്നു കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾ. NIA കൃത്യമായി ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതിരിക്കാനുള്ള കാരണങ്ങളും കോടതിയെ അറിയിച്ചിരുന്നു. ഈ അബൂബക്കറിന് ഫലപ്രദമായ ചികിത്സ ഉറപ്പാക്കാൻ തിഹാർ ജയിൽ സൂപ്രണ്ടിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിക്കുന്നതിനു മുമ്പ് 2022 സെപ്റ്റംബർ 22 ഈ അബൂബക്കറിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അർദ്ധരാത്രി NIA സംഘം അറസ്റ്റ് ചെയ്യുന്നത്. കേരളം, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, അസം, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, പുതുച്ചേരി, ഡൽഹി, രാജസ്ഥാൻ ഇവിടങ്ങളിൽ നിന്നൊക്കെ നിരവധി നേതാക്കളെയായിരുന്നു NIA അറസ്റ്റ് ചെയ്തിരുന്നത്. ഏതാണ്ട് 13ഓളം സംസ്ഥാനങ്ങളിൽ ഒരേ സമയം നടന്ന റെയ്ഡിൽ ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ പോലും പാസ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ടാണ് NIA ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തത്. ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ ഒരു വലിയ ഹർത്താൽ നടത്തി.
ആ ഹർത്താലില് വണ്ടിയുടെ ചില്ലെറിഞ്ഞ് പൊട്ടിക്കുക, ട്രെയിനിന് കേടുപാടുകൾ സംഭവിക്കുക, റെയിൽ പാളങ്ങൾ നശിപ്പിക്കുക, ജനജീവിതം തടസ്സപ്പെടുത്തുക, അങ്ങനെ ഒരുപാട് പൊതുമുതൽ നശിപ്പിക്കുന്ന, ജനജീവിതത്തെ സ്തംഭിപ്പിക്കുന്ന ചില നിലപാടുകളും പ്രവർത്തനങ്ങളുമായി പോപ്പുലർ ഫ്രണ്ടുകാർ നിരത്തിൽ അഴിഞ്ഞാടി ഹർത്താലിന്റെ മറവിൽ. അങ്ങനെ ആ ഹർത്താലിന്റെ നാശനഷ്ടങ്ങൾ ഇവരിൽ നിന്ന് തന്നെ ഈടാക്കാൻ, പോപ്പുലർ ഫ്രണ്ട് ഭീകരരിൽ നിന്ന് തന്നെ ഈടാക്കാൻ കോടതി നിർദ്ദേശിച്ചു.